കുടിവെള്ളം കിട്ടുമോ സാറേ? പെരായിരിയിൽ വീട്ടമ്മമാർ സങ്കടവുമായി NDA സ്ഥാനാർത്ഥിക്ക് മുന്നിൽ. സാറേ, വേറൊന്നും വേണ്ട, കുടിക്കാൻ വെള്ളം കിട്ടിയാൽ മതി. പിരായി പഞ്ചായത്തിലെ ചാമക്കാട് നിന്ന് പ്രഭാത പര്യടനം ആരംഭിച്ചപ്പോൾ ഓരോ വീട്ടമ്മമാർക്കും NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനോട് പങ്കുവയ്ക്കാനുള്ളത് ഈ ഒറ്റ ആവശ്യം മാത്രം. രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മേഖലയാണിത്. കുടിവെള്ളത്തിന് ആകെയുള്ള ആശ്രയം ഒരേ ഒരു പൊതു കിണർ. കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ജലവിതരണ പദ്ധതി ഉണ്ടെങ്കിലും വെള്ളം വരുന്നത് വല്ലപ്പോഴുമെന്ന് നാട്ടുകാർ. ശുദ്ധീകരിക്കാതെ വരുന്ന ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പൈപ്പ് പൊട്ടി 4 ദിവസമായി വെള്ളം കിട്ടുന്നേയില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്നായിരുന്നു വീട്ടമ്മമാർക്ക് പറയാൻ ഉണ്ടായിരുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നഗരസഭയിലെ മാതൃകയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് നാട്ടുകാർക്ക് സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. അമൃത പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച ശുദ്ധജല വിതരണ സ്കീമിന് 109 കോടിയോളം പാലക്കാട് നഗരസഭ ചിലവിട്ടതായും സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടി. പര്യടനത്തിനിടെ പ്രഭാത ഭക്ഷണം പിരായിരി കല്ലേക്കാട് RK ട്രസ്റ്റിന് കീഴിലുള്ള മാതൃസദനത്തിലായിരുന്നു. അന്തേവാസികളായ അമ്മമാരുടെ അനുഗ്രഹം സ്ഥാനാർത്ഥി തേടി. മാനേജ്മെന്റ് പ്രതിനിധികളോടും ജീവനക്കാരോടും സംസാരിച്ചു. തുടർന്ന് മലമ്പാറ, വടക്കുമുറി, ചൈത്ര നഗർ തുടങ്ങിയ മേഖലകളിൽ വോട്ടഭ്യർത്ഥിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം പാലക്കാട് നിയോജക മണ്ഡലം കൺവെൻഷനിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. നിരവധി പ്രശ്നങ്ങൾ എഴുത്തച്ഛൻ സമുദായം നേരിടുന്നുണ്ടെന്നും രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം എന്നും BJP ഉണ്ടെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. എഴുത്തച്ഛൻ സമുദായം ഉയർത്തുന്ന വലിയ ആവശ്യങ്ങൾ ന്യായമായി പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകി. ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മനാടായ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഭാഷാപിതാവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പോലും ഇടത് വലത് സർക്കാർ തയ്യാറാക്കാത്ത കാര്യം വിസ്മരിക്കരുതെന്നും സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഓർമ്മിപ്പിച്ചു. ഉച്ചയോടെ പാലക്കാട് വിമുക്ത പാഠ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിമുക്ത പാഠ കുടുംബ സംഗമത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുത്ത് ആശംസകൾ നേർന്നു. പിന്നീട് പുത്തൂരിലെ ആയുർവേദിക് മരുന്ന് നിർമ്മാണ കമ്പനിയായ ഇൽവാൻ റെമഡീസ് സന്ദർശിച്ചു വോട്ട് അഭ്യർത്ഥിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ തിലകൻ, വിമൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചതിരിഞ്ഞ് പാലക്കാട് നഗരസഭയിലെ നോർത്ത് ഏരിയയിൽ വീടുകയറി. നൂറണി ഗ്രാമത്തിലും രമാദേവി നഗർ, നിള നഗർ, ദശരഥ നഗർ, പ്രശാന്ത് നഗർ, അംബികാപുരം, CN പുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഗൃഹ സന്ദർശനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിജേഷ് K, ഏരിയ ജനറൽ സെക്രട്ടറി അരുൺ, ഏരിയ പ്രസിഡന്റ് അംബിക, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അശ്വതി മണികണ്ഠൻ തുടങ്ങിയവർ പിരായിരി പഞ്ചായത്തിലെ പര്യടനത്തിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.